Hello, welcome back to my YouTube channel. This is Chaitanya Purushothaman. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ +1ൻ്റെ അക്കൗണ്ടൻസിൻ്റെ പാർട്ട് 2, അതായത് ചാപ്റ്റർ 2ൻ്റെ നേരത്തെ നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നത്തേതും പോലെ തന്നെ പറയാനുള്ളത്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കൺസെപ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റും അതുപോലെ മോണിറ്ററി കൺസെപ്റ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോണിറ്ററി ടേമിലുള്ള കൺസെപ്റ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോ ഇതിൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കാർഡിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അത് കയറി കാണുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ആ കണ്ടിന്യൂഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കേണ്ടത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഗോയിങ് കൺസേണിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അടച്ചുപൂട്ടാനായിരിക്കില്ലല്ലോ നമ്മൾ ഏതൊരു ബിസിനസ് സ്ഥാപനവും തുടങ്ങുന്നുണ്ടാവുക. ലോങ് ടേം വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുക. ആ ഒരു കൺസെപ്റ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ, ആ ഒരു അസംഷനെയാണ് എന്ത് പറയുന്നത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു അസ്യൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബിസിനസ് സ്ഥാപനം എപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് വളരെ കാലം നീണ്ടു പോകാനും അതിൽ നിന്ന് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കാനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോങ് ടേമിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലോങ് ടേമിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചറിലേക്കും കൂടി കരുതി വെക്കുന്നു. അതുകൊണ്ടാണ് നാളെ പൂട്ടാണ്ട് അല്ലെങ്കിൽ നാളെ അടച്ചു പൂട്ടേണ്ട ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ അധികം മെനക്കെടാൻ നിൽക്കില്ല, അല്ലെങ്കിൽ അധികം ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നിൽക്കില്ല, നാളെ അടച്ചു കൂട്ടേണ്ട ഒരു ബിസിനസ് ആണെങ്കിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കൽ എന്താണ്, നാളെ അല്ലെങ്കിൽ നല്ല വരുമാനം കിട്ടാനും നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനും വളരെ കാലം ഈ ഒരു ബിസിനസ് നീണ്ടു നിൽക്കാനുമാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണേഴ്സും ആഗ്രഹിക്കുക. അപ്പോൾ ആ ഒരു കൺസേണിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോയിങ് കൺസേൺ. ലോങ് ടേമിറ്റി അല്ലെങ്കിൽ ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് പറയുന്നത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് കൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ അസ്യൂം ദാറ്റ് എ ബിസിനസ് ഫേംസ് വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. അതായത് എന്താണ്, എപ്പോഴും ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ നിലനിർത്താനുള്ള ഒരു കൺസെപ്റ്റ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്ത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Therefore, a fairly long period of time and would not be liquidate in the foreseeable future. This is an important assumption of accounting, as it provide the very basis for showing the value of assets in the balance sheet. ആ ഒരു കൺസെപ്റ്റ്, അതായത് തുടർച്ചയായിട്ട് ഈ ബിസിനസ് കൊണ്ടുപോകണം,
എല്ലാം കൊണ്ടുപോകും എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അസറ്റ് എന്ത് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആസ്തികൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ബാധ്യതകളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതും എല്ലാം ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു 50,000 രൂപയ്ക്ക് നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. ആ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന എന്താണ് 5 വർഷത്തേക്ക് ആ കമ്പ്യൂട്ടർ തുടർച്ചയായിട്ട് അതിൻ്റെ സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 50,000 രൂപ മുടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ സേവനത്തിന് കമ്പ്യൂട്ടറിൻ്റെ സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന 50,000 രൂപ മുടക്കിയിട്ടാണെങ്കിലും നാളെ ആ 50,000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ആ 50,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ആ ഒരു മുതൽ മുടക്കിയിട്ട് നമ്മളത് വാങ്ങിക്കുന്നത്. അതല്ല നമുക്കത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കില്ലല്ലോ. അതാണ് ഇതിൽ പറയുന്നത്, ഉദാഹരണമായിട്ട് പറയുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ 50,000 രൂപയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിലും നമ്മളത് ഏതിൽ കിഴിക്കും, നമ്മൾ ഏതിൽ കുറയ്ക്കും, നമുക്ക് കിട്ടുന്ന വരുമാനം ആ ബിസിനസ് സ്ഥാപനം നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ആ 50,000 രൂപ നമ്മൾ കുറയ്ക്കും. അപ്പോൾ എന്താണ് ഭാവിയിൽ നമുക്കത് കിട്ടും, നമുക്ക് ആ 50,000 തിരിച്ച് തന്നെ നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ 50,000 രൂപ മുടക്കുന്നത്. അങ്ങനെ ഭാവിയിൽ അത് മുടക്കണമെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റിനെ അല്ലെങ്കിൽ ലോങ് ടേം നടത്തിപ്പിനുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റാണ്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസേഴ്സിനും അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ കസ്റ്റമേഴ്സിനെ കുറേ യൂസേഴ്സ് നമ്മൾ ചാപ്റ്റർ 1 പഠിക്കുന്നുണ്ട്. മാനേജേഴ്സ്, സൊസൈറ്റികൾ, ഗവൺമെൻറ്റുകൾ, കസ്റ്റമേഴ്സ്, അങ്ങനെ കുറേ യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിന് ഈ കമ്പനീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തെ കുറിച്ചിട്ട് വിവരങ്ങൾ വേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വിവരങ്ങൾ കൊടുക്കുന്നത് ഈ അക്കൗണ്ടിങ് പീരീഡിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് വിവരങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ, അതുപോലെ തന്നെ ആസ്തികളും ബാധ്യതകളും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഒരു വർഷം കൂടുമ്പോഴാണ്, ഒരു വർഷത്തിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. കാരണം ബിസിനസ്സിനെ കുറിച്ചുള്ള ലാഭനഷ്ടങ്ങൾ, ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ വർഷത്തിൽ അവസാനം ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ എത്ര ആസ്തികൾ ഇപ്പോൾ നിലവിലുണ്ട്, എത്ര ബാധ്യതകൾ ഇപ്പോൾ നിലവിലുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത് എല്ലാ സമയത്തും തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വർഷത്തിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇതാണ് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ the financial statement are therefore prepared at regular interval, normally after a period of 1 year, so that timely information is made available to the users. This interval of time is called accounting period. ഞാൻ പറഞ്ഞല്ലോ അക്കൗണ്ടിങ്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന ഈ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഒരു 1 ഇയർ ആകുമ്പോൾ പീരീഡ് അല്ലെങ്കിൽ 1 ഇയറിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ആ ഒരു ഇൻ്റർവൽ ടൈമിനെ പറയുന്നതാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കമ്പനീസ് ആക്റ്റും, അതായത് 2013 കമ്പനീസ് ആക്റ്റും ഇന്ത്യൻ ടാക്സ് അതോറിറ്റിയും കൂടി എന്തുണ്ട്, അതോറിറ്റികളാണ് ഈ ഇത്ര വർഷത്തിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൽ ഒരു വർഷം കൂടുമ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ കമ്പനീസ് ആക്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ടാക്സ് അതോറിറ്റിയും കൂടിയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ എന്താണ് നമുക്ക് എന്താ പറയുക ഇൻ്റർവെലായിട്ട്, അതായത് ഇപ്പോൾ ഒരു വർഷം കൂടുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അടിയന്തരമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് വെച്ചാൽ, ഒന്നാമതായി പറയുന്നത് ഒരു സ്ഥാപനത്തിലത്തെ ഒരു മാനേജർ വിരമിച്ചു പോവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വിരമിച്ചു പോകുമ്പോൾ, അതായത് റിട്ടയർഡ് ചെയ്ത് പോകുന്ന സമയത്ത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കണക്കുകൾ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒന്നാമതായിട്ട് വരാറുണ്ട്. പിന്നെ പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കമ്പനീസിൻ്റെ, അതായത് ആ ഒരു പറയുന്ന കമ്പനീൻ്റെ ആസ്തികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാർട്ടേർലിയായിട്ട്, ആ ഒരു സമയത്ത് ലാഭനഷ്ട വിവരങ്ങൾ അവർക്ക് അറിയേണ്ടതായിട്ട് വരും. ആ ഒരു ബിസിനസ്സിൻ്റെ മാനേജേഴ്സിന് അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ക്വാർട്ടേർലി ആയിട്ട് 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് യൂസേഴ്സിന് വേണ്ടിയിട്ടും മാനേജേഴ്സിന് വേണ്ടിയിട്ടും, അതായത് അവരുടെ ലാഭനഷ്ടങ്ങൾ അറിയാനും അതുപോലെ എത്രമാത്രം ആസ്തികളുണ്ട് അല്ലെങ്കിൽ കടബാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന കാലയളവിനെ അല്ലെങ്കിൽ ഇൻ്റർവെല്ലിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു വർഷത്തിലാണ് അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് പീരീഡ് നടപ്പാക്കുന്നത് ആരാണ്? കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്റ്റും ഇൻകം ടാക്സ് ആക്റ്റും പ്രകാരമാണ് എന്തുണ്ടാക്കുന്നത്, ഈ അക്കൗണ്ടിങ് ഇയർ നടപ്പിലാക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ എന്താണ് അക്കൗണ്ടിങ് പീരീഡിൽ, അതായത് ഈ ഒരു വർഷം അല്ലാതെ തന്നെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നേരത്തെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടി വരാറുണ്ട്. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ മാനേജർ വിരമിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള കണക്കുകൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടി വരും. അതാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യം അതാണ് മാനേജേഴ്സ് റിട്ടയർമെൻറ്റ്. ആ ഒരു സാഹചര്യം ഒന്നാമത്. രണ്ടാമതായി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ഓരോ സമയത്ത് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ, അത് ഇവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതായിട്ട് വരും. അതായത് അവർക്ക് നഷ്ടമാണോ, അവരുടെ ആസ്തികൾക്ക് കുറയുന്നുണ്ടോ എന്നൊക്കെ ഈ സ്ഥാപനത്തിലത്തെ ഈ ബിസിനസ് സ്ഥാപനത്തിലെ മാനേജേഴ്സിന് അറിയേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 3 മാസം കൂടുമ്പോൾ ഈ സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന് റിട്ടയർമെൻറ്റ് ഓഫ് മാനേജേഴ്സ്, അല്ലെങ്കിൽ എന്താണ് അതും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ആസ്തികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തും എന്താണ് 3 മാസം കൂടുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടി വരും. മറ്റ് സാഹചര്യമാകുമ്പോൾ റിട്ടയർമെൻറ്റ് സാഹചര്യമാകുമ്പോൾ അദ്ദേഹം പോകുന്നത് വരെ അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള കണക്കുകൾ കാണിച്ചു കൊടുക്കാനാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. യൂഷ്വലി 1 ഇയർ ആകുമ്പോഴാണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അടുത്തൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കൺസെപ്റ്റാണ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയ മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു 50 ലക്ഷത്തിന് നമ്മൾ ഒരു പ്ലാന്റ് ആൻഡ് മിഷനറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ മാനുഫാക്ചർ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു എന്നിരിക്കുക. 50 ലക്ഷത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് സ്ഥാപിക്കുന്നത്, അത് നമ്മൾ കൊണ്ടുവരണ്ടേ, അവിടുന്ന് കടയിൽ നിന്ന് ആ വാങ്ങിച്ച സ്ഥലത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ്റെ ഫീസ് ഉണ്ടാവും, ഗതാഗത ചാർജ്. അത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിൻ്റെ ചാർജ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ചാർജസ് ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ അതിൻ്റെ വില ശരിക്കും 50 ലക്ഷമാണെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പാടില്ല, ആ 50 ലക്ഷം തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്താൻ പാടില്ല. അതിൻ്റെ മൊത്തം ചിലവാകില്ല ഒരിക്കലും. നമ്മൾ എത്രയ്ക്കാണോ അത് വാങ്ങിച്ചത്, 50 ലക്ഷം മാത്രമല്ലല്ലോ, നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, അതുപോലെ അത് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ കൂട്ടിയിട്ട് വേണ്ടത്, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ ചിലവ് തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്താൻ. അപ്പോൾ 50 ലക്ഷത്തിന് ഒരു സംഭവം, ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ആൻഡ് മിഷനറിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങിച്ചു എന്നിരിക്കെ അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണമെങ്കിൽ 10,000 ആയി. അതിന് ശേഷം അത് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സോ അങ്ങനെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാനും അതിനൊക്കെ 15,000 രൂപയായി എന്ന് വിചാരിക്കുക. പിന്നെ അത് നമ്മൾ സ്ഥാപനത്തിൽ കൊണ്ട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 25,000 രൂപയായി എന്നിരിക്കുക. അപ്പോൾ എന്താണ്, അത് മുഴുവനും കൂട്ടിയിട്ട് 15,000, 25,000, 10,000 കൂട്ടി എന്താണ് 50,000. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്താണ്, അത് മെഷീൻ വാങ്ങിച്ചത് 50 ലക്ഷത്തിനും ബാക്കി ഈ ചാർജസൊക്കെ കൂട്ടിയിട്ട് 50,50,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ടത്. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്ര എളുപ്പത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ എക്സ്പ്രസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം കുറച്ചുകൂടി വ്യക്തമായി ഞാൻ എടുത്തു തന്നിരിക്കുന്നത്. കോസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് ആ ഒരു പ്രൈസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കണം. അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഇൻസ്റ്റാളേഷൻ ചാർജസും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കൂട്ടത്തിൽ എന്തായാലും പെടണം. ആ മൊത്തം കൂട്ടിയിട്ട് മാത്രമേ, ആ ചാർജസ് മുഴുവനും കൂട്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ആ ഒരു അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്സിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തിയാലും, ബിസിനസ്സിൽ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തിയാലും അതിന് 2 അക്കൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും, 2 അക്കൗണ്ടുകളിലായിട്ട് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇതിനെയാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണെന്നാണ് പറയുന്നത്. ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിനെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. കാരണം ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തണമെങ്കിൽ ഈ ഒരു ആക്സെപ്റ്റ് അല്ലെങ്കിൽ ആസ്പെക്റ്റ് എന്തായാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 50 ലക്ഷത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തി, റാം എന്ന് പറയുന്ന ഒരു വ്യക്തി 50 ലക്ഷത്തിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം 50 ലക്ഷമാണ് മുതൽ മുടക്കിയത്. അതായത് ക്യാപിറ്റൽ 50 ലക്ഷവും അസറ്റ്സും അദ്ദേഹത്തിന് കിട്ടിയതും എന്താണ്, അസറ്റ്സ്. കാരണം അദ്ദേഹത്തിന് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം അവിടെ ഉണ്ട്, ഇൻക്രീസ് ചെയ്തു. അതേ ടൈമിൽ തന്നെ എന്താണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതും അതേ ടൈമിൽ എന്താണ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ 2 അക്കൗണ്ടുകൾ നമ്മൾ രേഖപ്പെടുത്തണം. ഒന്ന് ക്യാഷ് എന്ന് പറയുന്നതും ഒന്ന് ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ട്രാൻസാക്ഷൻ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, 2 സംഭവമാണ് അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഒന്ന്, ഒരു ബിസിനസ്, റാം എന്ന വ്യക്തി 50 ലക്ഷത്തിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഒന്ന്, ക്യാഷായിട്ട് വർദ്ധിക്കുകയും അതുപോലെ തന്നെ മൂലധനമായിട്ട്, അതായത് ക്യാപിറ്റലായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ 2 തരത്തിലുള്ള എഫക്റ്റുകൾ നടന്നു. ഒന്ന് എന്താണ്? ക്യാഷ് എന്ന എഫക്റ്റും അതുപോലെ ഒരു ട്രാൻസാക്ഷന് 2 എഫക്റ്റുകൾ നടന്നു. ക്യാഷ് എന്ന എഫക്റ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എഫക്റ്റുമാണ് നടന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു 10 ലക്ഷത്തിന് ഒരു വ്യക്തി ഒരു ഗുഡ്സ് വാങ്ങിച്ചു എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഗുഡ്സ് എന്ത് ചെയ്തു? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യുകയും, അഥവാ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ കയ്യിലെ ക്യാഷ് എന്ത് ചെയ്തു? ക്യാഷ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ 2 എൻട്രീസ് വന്നു, 2 സംഭവം വന്നു, 2 എഫക്റ്റുകൾ വന്നു. ഒന്ന് ക്യാഷ് റെഡ്യൂസ് ചെയ്യുകയും മറ്റേത് എന്ത് ചെയ്തു? സ്റ്റോക്ക് അഥവാ അസറ്റ് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവത്തിന്, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഈ ഒരു 2 തരത്തിലുള്ള എൻട്രീസിനെ പറയുന്നതാണ് ഡുവൽ എൻട്രി അല്ലെങ്കിൽ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു ട്രാൻസാക്ഷൻ തന്നെ 2 എഫക്റ്റുകൾ പല രീതിയിൽ, എല്ലാ സംഭവങ്ങൾക്കും അതുണ്ട്. എല്ലാ ട്രാൻസാക്ഷനും, ബിസിനസ് രേഖപ്പെടുത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ഈ ഒരു 2 സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്, ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ അഥവാ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഈ ഒരു സംഭവം കീപ്പ് ചെയ്യാണ്ട് നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ട്രാൻസാക്ഷൻസിനും എന്തുണ്ട്? 2 എൻട്രീസ് വരുന്നുണ്ട്, 2 അക്കൗണ്ട്സ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷത്തിന് ഒരു ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു അസറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു ഗുഡ്സ്, അങ്ങനെ ആയാലും പറഞ്ഞാൽ മതി. ഗുഡ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് അവിടെ വരും, അതുപോലെ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടും അവിടെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് 2 എഫക്റ്റുകൾ അവിടെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത്? ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? അസറ്റ്സും ലയബിലിറ്റികളും ഈക്വൽ ആയിരിക്കും. അസറ്റ്സും ലയബിലിറ്റിയും ആ ഒരു പ്രകാരം തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. നമുക്ക് കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന രീതിയിലാണ് ഈ ഒരു ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷനാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിനി കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇതിനെ ഈ ഒരു ഇക്വേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, അസറ്റ്സും ലയബിലിറ്റീസും, ഒരു സ്ഥാപനത്തിലെ അസറ്റ്സും ലയബിലിറ്റീസും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഈക്വൽ മാനറിലായിരിക്കും അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടാവുക. അപ്പോൾ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഏതൊരു ട്രാൻസാക്ഷനും 2 എഫക്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.